രാമായണം ആദികാവ്യ കഥാ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വമേധയാഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ ബ്രഹ്മർഷി വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, മന്നവേന്ദ്ര, അങ്ങയുടെ കൽപ്പന പ്രകാരം എല്ലാ രാജാക്കന്മാരും എത്തിക്കഴിഞ്ഞു. അവരവർക്കനുസരിച്ചുള്ള സൽക്കാരങ്ങൾ ചെയ്ത് താമസിപ്പിച്ചിട്ടുണ്ട്. യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. അങ്ങ് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചതെല്ലാം അതാതിടങ്ങളിൽ ശരിയാക്കിയിട്ടുണ്ട്. യഥാവിധി അങ്ങ് യജ്ഞശാലയിലേക്ക് വന്നാലും. ബ്രഹ്മർഷി വര്യനായ വസിഷ്ഠൻ്റെയും ഋഷ്യശൃംഗൻ്റെയും നിർദ്ദേശമനുസരിച്ച് അയോധ്യാധിപൻ നല്ല നക്ഷത്രം നോക്കി മഹായജ്ഞത്തിന് ഒരുങ്ങി. ഋഷ്യശൃംഗനെ മുൻനിർത്തി ബ്രാഹ്മണ വര്യന്മാരുമൊന്നിച്ച് യാഗശാലയിലേക്ക് പ്രവേശിച്ച ദശരഥൻ ശാസ്ത്രം വിധിച്ചതുപോലെ പത്നീസമേതനായി ദീക്ഷ കൊണ്ടു. ഓരോന്നോരോന്നായി കർമ്മങ്ങൾ ചെയ്യാൻ വിധികർത്താക്കൾ തന്നെയായ മഹർഷീന്ദ്രന്മാർ ആരംഭിച്ചു. അശ്വമേധയാഗത്തിന് മുന്നോടിയായി അഴിച്ചുവിട്ട യാഗാശ്വം തിരിച്ചെത്തി. സരയൂ നദിയുടെ വടക്കേ തീരത്ത് നിർമ്മിച്ച യജ്ഞശാലയിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ ഋഷ്യശൃംഗനെ മുൻനിർത്തി കർമ്മങ്ങൾ തുടങ്ങി. ചിട്ടവട്ടങ്ങൾക്കോ ആചാരങ്ങൾക്കോ അണുവിട പോലും മാറ്റമുണ്ടായില്ല. ഉത്തമമായ സോമരസം പിഴിഞ്ഞുണ്ടാക്കി ക്രമമനുസരിച്ചുള്ള യാഗം തുടങ്ങി. ഋഷ്യശൃംഗൻ തുടങ്ങിയ മുനിമാർ മന്ത്രങ്ങൾ കൊണ്ട് ഇന്ദ്രാദി ദേവന്മാരെ യഥാസ്ഥാനങ്ങളിൽ ആവാഹിച്ച് കുടിയിരുത്തി. സാമവേദ മന്ത്രങ്ങൾ സ്പഷ്ടമായി ഉച്ചരിക്കപ്പെട്ടു. വിശപ്പും ദാഹവുമുള്ള ആരും തന്നെ അയോധ്യ നഗരിയിൽ അവശേഷിച്ചില്ല. ഓരോ പുരോഹിതനും ചുരുങ്ങിയത് 100 ശിഷ്യന്മാരെങ്കിലും ഉണ്ടാവും. വിഭവസമൃദ്ധമായ സദ്യയാണ് ബ്രാഹ്മണർക്ക് നൽകിയത്. താപസന്മാർക്ക് പ്രത്യേക സദ്യവട്ടം ഒരുക്കിയിരുന്നു. ദീനക്കാർ, വൃദ്ധന്മാർ, ബാലന്മാർ എന്നിവർക്കുള്ള ഭക്ഷണവും ഭിന്നമായിരുന്നില്ല. ആർക്കും ഒരു മടുപ്പും ഉണ്ടായില്ല. മഹാനുഭാവിയായ രാജാവിൻ്റെ യജ്ഞത്തിന് നാനാദേശങ്ങളിൽ നിന്നും വന്നു ചേർന്ന സകല ജനങ്ങൾക്കും തൃപ്തിയുണ്ടാക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളെല്ലാം സന്തുഷ്ടരാണ്, അങ്ങേക്ക് നന്മ വരും. അതുകേട്ട് ദശരഥന് സന്തോഷത്താൽ രോമാഞ്ചമുണ്ടായി. കൂവളത്തിൻ്റെ തൂണുകൾ 6 സുമുഹൂർത്തത്തിൽ നാട്ടി. കരിങ്ങാലിയിലും പിലാശിലും തീർത്ത തൂണുകൾ വേറെയും നാട്ടി. ഓരോന്നിനും ഓരോ മാറ് അകലമുണ്ടായിരുന്നു. അനേകം യാഗങ്ങൾ ചെയ്തവരാണ് മേൽനോട്ടം വഹിച്ചത്. ഭംഗിക്ക് വേണ്ടി ആ നാട്ടിയ കുറ്റികളിൽ സ്വർണം പൂശി. ഇടവിട്ടുള്ള തൂണുകളിൽ ബഹുവർണ്ണ പട്ടുകൾ പുതപ്പിച്ചു. യാഗശാല ബഹുവർണ്ണശബളമായി മാറി. ഇഷ്ടികകൾ കൊണ്ട് അഗ്നിവേദി പടുത്തുയർത്തി. 54 ഇഷ്ടികകളാണ് അതിന് ഉപയോഗിച്ചത്. സ്വർണ്ണ ചിറകുവിടർത്തിയ ഗരുഡനെപ്പോലെ ആ യാഗശാല ശോഭിച്ചു. അതാതു ദേവതകൾക്കായി പശുക്കളെ യഥാസ്ഥാനങ്ങളിൽ കെട്ടിയിട്ടു. 300 പശുക്കളെയാണ് നാട് ചുറ്റി വന്ന യാഗാശ്വത്തിനൊപ്പം തൂണുകളിൽ കെട്ടിയിട്ടിരുന്നത്. ദശരഥ പത്നി കൗസല്യ ആ അശ്വത്തെ പ്രദക്ഷിണം ചെയ്തു. ഒരു രാത്രി ആ കുതിരയെ പരിചരിച്ചതിന് ശേഷം 3 വാളുകൊണ്ട് ആ കുതിരയെ വെട്ടിക്കീറി. മനധൈര്യത്തോടെ ധർമ്മം സംസിദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ദേവി അങ്ങനെ ചെയ്തത്. കൗസല്യയുടെ സപത്നിമാർ ദശരഥൻ്റെ അടുക്കൽ നോക്കി നിൽക്കവേ ആ മൃഗത്തിൻ്റെ കൊഴുപ്പെടുത്ത് കൗസല്യ യാഗ നടത്തിപ്പുകാർക്ക് കൊടുത്തു. നിയതേന്ദ്രിയനായ ഋത്വിക്ക് ശാസ്ത്രവിധി അനുസരിച്ച് അത് വേവിച്ചു. ആ കൊഴുപ്പ് ഗന്ധം ചിട്ടപ്രകാരം മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ മണപ്പിച്ചു. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവപാപങ്ങളിൽ നിന്നും താൻ മോചിതനായെന്ന് ദശരഥൻ വിശ്വസിച്ചു. ആ കുതിരയുടെ എല്ലാ അവയവങ്ങളും
യാഗക്രമമനുസരിച്ച് മന്ത്രങ്ങൾ ചൊല്ലി 16 ബ്രാഹ്മണർ തെറ്റുപറ്റാതെ അഗ്നിയിൽ ഹോമിച്ചു. യാഗാഗ്നിയിൽ അടിയുന്ന കൊഴുപ്പ് നീക്കാൻ മറ്റെല്ലാ യാഗത്തിൽ അത്തിമരക്കൊമ്പുകൊണ്ടുള്ള തവിയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ യാഗത്തിന് ആറ്റുവഞ്ചിക്കൊമ്പുകൊണ്ടുണ്ടാക്കിയ തവിയാണ് ഉപയോഗിച്ചത്. ബ്രഹ്മജ്ഞാനികളായ ഭൂദേവന്മാർ കൽപ്പസൂത്രത്തിൽ 3 ദിവസമാണ് അശ്വമേധത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. 1-ാം ദിവസത്തിന് ചതുഷ്ടോമം എന്നും 2-ാം ദിവസത്തിന് ഉദ്ധ്യം എന്നും 3-ാം ദിവസത്തിന് അതിരാത്രം എന്നും പേരുകൾ പറയും. ശാസ്ത്രത്തിൽ കണ്ടതുപോലെയെല്ലാം ഓരോ ദിവസവും രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതിരാത്രത്തിലാണ് ജ്യോതിഷ്ടോമവും ആയുസ്സും ചെയ്യുക. അതുപോലെ അഭിജിത്തും വിശ്വജിത്തും സമംഗളം നിറവേറ്റി. ഇങ്ങനെ അതിമഹത്തായ ആ യജ്ഞം നിർവിഘ്നം സമാപിച്ചു. യാഗത്തിന് ശേഷം നടപ്പുള്ള രീതിയനുസരിച്ച് മഹാരാജാവായ ദശരഥൻ അയോധ്യ മഹാരാജ്യത്തിൻ്റെ കിഴക്കുഭാഗം മുഴുവനും ഹോതാവിനും, തെക്കുഭാഗം ബ്രഹ്മനും, പടിഞ്ഞാറ് ഭാഗം അധ്വരുവിനും, വടക്ക് ദിക്ക് ഉദ്ഗാതാവിനും ദക്ഷിണയായേകി. ഭഗവാൻ വിധാതാവ് പണ്ട് നിയമിച്ചതാണ് അശ്വമേധയാഗത്തിൽ ഇപ്രകാരമുള്ള ദക്ഷിണ. ഇതോടുകൂടി മഹായജ്ഞം അവസാനിച്ചു. സർവപാപമുക്തനായ നരപതിയോട് ഋത്തുക്കുകൾ സസന്തോഷം പറഞ്ഞു, ധന്യാത്മാവേ, ഈ പാരിടത്തെ പരിരക്ഷിക്കുവാൻ ഞങ്ങൾക്കാർക്കും കഴിയുകയില്ല. അങ്ങു തന്നെ ഈ വിസ്തൃത രാജ്യത്തെ സ്വീകരിക്കണം. ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. വെറും ജപസ്വാധ്യായാദികൾ കൊണ്ട് കാലം കഴിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ മനസ്സമാധാനത്തിനു വേണ്ടി എന്തെങ്കിലും തന്നേക്കൂ. പശുവോ പൊന്നോ രത്നമോ കയ്യിലുള്ളത് എന്തെങ്കിലും മതി. ഈ പരന്ന പാരിനെ കൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല. മഹർഷീന്ദ്രന്മാരുടെ വാക്കുകൾ കേട്ട് രാജാവ് 10 ലക്ഷം പശുക്കളെയും 10 കോടി സ്വർണ്ണ നാണ്യങ്ങളും അതിൻ്റെ 4 ഇരട്ടി വെള്ളി നാണ്യങ്ങളും മാമുനീന്ദ്രന്മാർക്ക് സമർപ്പിച്ചു. ബ്രഹ്മർഷി വര്യനായ വസിഷ്ഠനും ഋഷ്യശൃംഗനും അവയെ സ്വീകരിച്ച് യഥാന്യായം എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. സർവബ്രാഹ്മണരും സന്തുഷ്ടരായി. അനുഗ്രഹാശസ്സുകളടങ്ങിയ വാക്കുകൾ അവർ പറഞ്ഞു തുടങ്ങി. കാണികളായി വന്നു നിന്നിരുന്ന ദ്വിജന്മാർക്കും കോടി കനകനാണ്യങ്ങൾ അയോധ്യാധിപൻ നൽകി. അല്പം ദരിദ്രനാണെന്ന് തോന്നിയ ഒരു ബ്രാഹ്മണന് 1-ാം തരം ഒരു ഉത്തമ ഹസ്താഭരണം സമ്മാനിച്ചു. മഹാരാജാവിൻ്റെ ദയാദാക്ഷിണ്യത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ബ്രാഹ്മണവര്യന്മാരുടെ കാൽക്കൽ സന്തോഷാശ്രുക്കളോടെ ദശരഥൻ സാഷ്ടാംഗം നമസ്കരിച്ചു. എല്ലാവിധത്തിലും സംപ്രീതരായ അവർ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും ആശസ്സുകളും ഉദാരനായ ആ രാജാവിനു വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ഋഷിവര്യന്മാരിൽ മുന്നിൽ നിൽക്കെ രാജാവ് അല്പമൊന്ന് ചിന്തിച്ച് ഋഷ്യശൃംഗനെ പ്രണമിച്ചുകൊണ്ട് സവിനയം പറഞ്ഞു, ഭഗവാനേ, രഘുവംശം വർദ്ധിക്കുവാൻ വേണ്ടത് ഏതോ അത് അവിടുന്ന് അനുഗ്രഹിച്ചരുളണേ. രാജപ്രാർത്ഥന കേട്ട ഋഷ്യശൃംഗൻ മന്ദസ്മിതത്തോടെ പറഞ്ഞു, മഹാരാജാവേ, രഘുവംശരത്നങ്ങളായ 4 പുത്രന്മാർ അങ്ങയ്ക്കുണ്ടാകും. ഈ വാക്കുകൾ അമൃതകണങ്ങളെപ്പോലെയാണ് ദശരഥൻ ശ്രവിച്ചത്. ആ പുണ്യാത്മാവിൻ്റെ ശരീരം രോമാഞ്ചകഞ്ചുകിതമായി. നേത്രങ്ങളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. സർവവിജ്ഞാനിയും ബ്രഹ്മർഷിയുമായ ഭഗവാൻ ഋഷ്യശൃംഗൻ അല്പനേരം കണ്ണടച്ച് ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു, മന്നവേന്ദ്ര, അഥർവവേദോക്തങ്ങളായ മന്ത്രങ്ങളെക്കൊണ്ട് പുത്രകാമേഷ്ടി എന്ന ശ്രേഷ്ഠയജ്ഞത്തെ സന്താനസിദ്ധിക്കായി ഞാൻ ചെയ്യാം. ഈ യാഗം യഥാവിധി അവസാനിച്ചാൽ ഉത്തമ പുത്രലാഭം അങ്ങയ്ക്ക് ഉണ്ടാകും.
അങ്ങനെ വേദത്തിൽ കണ്ടതുപോലെ പുത്രകാമേഷ്ടിയെ അഗ്നി തേജസ്സി എന്ന മാമുനീന്ദ്രൻ ആരംഭിച്ചു. സുസ്പഷ്ട അക്ഷരങ്ങളോടു കൂടിയ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹോമം തുടങ്ങി. ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷീന്ദ്രന്മാർ എന്നിവർ ഒത്തുകൂടി. അവർ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഭഗവാനെ, രാവണൻ എന്നു പേരായ രാക്ഷസേശ്വരൻ അവിടുന്ന് നൽകിയ വരങ്ങളാൽ ഗർവിതനായി ലോകങ്ങളെ ഉപദ്രവിക്കുന്നു. ആ സുരേന്ദ്രൻ്റെ തപസ്സിൽ സന്തുഷ്ടനായാണ് അവിടുന്ന് അനുഗ്രഹിച്ചതെങ്കിൽ അവൻ ഞങ്ങളെ ദ്രോഹിക്കുകയാണ്. അവൻ 3 ലോകങ്ങളെയും കിടകിട വിറപ്പിക്കുന്നു, ഉത്തമന്മാരെ ദ്വേഷിക്കുന്നു, സ്വർഗാധിപനായ ഇന്ദ്രനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. യക്ഷന്മാർ, ഋഷിവര്യന്മാർ, ഗന്ധർവന്മാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ മാത്രമല്ല, അസുരന്മാരെ കൂടി കയറി അവൻ ദ്രോഹിക്കുന്നു. അമേയ വരസമ്പാദനം അത്രയും അവനെ അഹങ്കാരിയാക്കിയിട്ടുണ്ട്. കർമ്മസാക്ഷിയായ ഭാസ്കരദേവൻ അവനിൽ ചൂട് ഏൽപ്പിക്കുകയില്ല. സർവവ്യാപിയായ വായുഭഗവാൻ അവൻ്റെ സമീപത്ത് പോലും ചെല്ലുകയില്ല. അലയടിക്കുന്ന മഹാസാഗരം അവനെ കണ്ടാൽ അനങ്ങാതെയാകും. ഘോരരൂപിയായ ആ അരക്കൻ അളവറ്റ ഭയമാണ് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ലോക സംരക്ഷകനായ ദേവ, ആ ദുഷ്ട അഗ്രസേനനെ വധിക്കുവാനുള്ള വഴി നോക്കണേ. എല്ലാ ദേവന്മാരുടെയും ആവലാതി കേട്ട് നാൻമുഖൻ അല്പമൊന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, അവനെ നിഗ്രഹിക്കുവാൻ ഒരു വഴിയുണ്ട്. യക്ഷ ഗന്ധർവ അസുരന്മാരിൽ നിന്ന് നാശം ഉണ്ടാകരുതെന്ന് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തുഷ്ടനായിരുന്ന ഞാൻ അങ്ങനെ തന്നെ വരട്ടെ എന്ന് അവന് വരവും നൽകി. എന്നാൽ അവജ്ഞ കൊണ്ടായിരിക്കാൻ അവൻ മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നരന് ആ രാക്ഷസനെ വധിക്കാം. മറ്റൊരു ജീവിക്കും ദശകന്ധനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ ദേവന്മാരെ സന്തുഷ്ടരാക്കി. ആ രാക്ഷസന് അന്ധകനായി ഒരു മനുഷ്യനെങ്കിലുമുണ്ടല്ലോ. അവാച്യമായ ഒരു അത്ഭുത തേജസ് ആ സന്ദർഭത്തിൽ അവിടെ കണ്ടു. ശംഖ്, ചക്രം, ഗദ എന്നീ വരായുധങ്ങൾ ഏന്തി പീതാംബരം ധരിച്ച് സർവാഭരണ വിഭൂഷിതനായി അപ്രമേയ പ്രകാശരൂപത്തിൽ സകല ലോക നിയന്താവായ മഹാവിഷ്ണു ധാതൃ സമീപത്തിൽ പ്രത്യക്ഷനായി നിൽക്കുന്നു. അചഞ്ചല ഹൃദയനായ വിശ്വംഭരനെ കണ്ട ദേവന്മാർ പ്രണമിച്ച് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, മഹാദേവ, ലോക സംരക്ഷണത്തിനായി ഞങ്ങൾ അവിടുത്തോട് അഭ്യർത്ഥിക്കുന്നത് ചെവിക്കൊള്ളണേ. പ്രഭോ, അയോധ്യാപതിയായ ദശരഥൻ മാമുനീന്ദ്ര തുല്യ തേജസ്സുള്ളവനും ധർമ്മജ്ഞനും ദാനതൽപരനുമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിമാർ ലജ്ജ, കീർത്തി, ശ്രീ എന്നീ ദേവിമാരെ പോലെ ലക്ഷണമൊത്തവരാണ്. അവിടുത്തെ ശക്തിയെ നാലാക്കി അവരിൽ പുത്രഭാവത്തിൽ അവതരിക്കണേ. ദേവാസുരന്മാരാലും നിഹനിക്കുവാൻ സാധിക്കാത്തവനും ലോകകണ്ടകനുമായ രാവണനെ മനുഷ്യരൂപമാർന്ന അവിടുന്ന് വധിക്കണേ. ഘോരനും പരാക്രമിയുമായ ആ മൂർഖ രാക്ഷസൻ ദേവന്മാരെയും ഗന്ധർവന്മാരെയും സിദ്ധന്മാരെയും ഋഷിമുഖ്യന്മാരെയും ബാധിക്കുകയാണ്. നന്ദനാരാമത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന അപ്സരസുകളെയും ഗന്ധർവന്മാരെയും മാമുനിമാരെയും ഉപദ്രവിക്കുകയാണ്. സിദ്ധഗന്ധർവ മുനിമാരോടുകൂടി അവൻ്റെ വധപ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് മാത്രമേ ഒറ്റാശ്രയമായുള്ളൂ ഞങ്ങൾക്ക്. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ധൂമകേതുവായ രാവണനെ നിഗ്രഹിക്കാൻ തിരുവുള്ളമുണ്ടാകണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് സർവ്വലോകങ്ങളാലും ആരാധിക്കപ്പെടുന്ന ദേവദേവൻ
ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെച്ച് സസ്മിതം ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ദേവന്മാരെയും ഋഷിമാരെയും ദ്രോഹിക്കുന്ന ക്രൂരനായ ആ രാക്ഷസനെ അവൻ്റെ ബന്ധുക്കളോടുകൂടി വധിക്കാം. മാത്രമല്ല 11,000 സംവത്സരം ഭൂമി ഭരിച്ച് വാഴുകയും ചെയ്യാം. പരമാത്മസ്വരൂപനായ മഹാവിഷ്ണു ദേവകൾക്ക് ഇങ്ങനെ വരം നൽകിയതിനു ശേഷം ഭൂമിയിൽ തൻ്റെ ജനനത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചു. സ്വന്തം ശക്തിയെ 4 പകുത്ത് ദശരഥ മഹാരാജാവിനെ പിതാവാക്കാൻ സങ്കല്പിച്ചു കഴിഞ്ഞു. വിഷ്ണു ഭഗവാന്റെ മനോഗതം മനസ്സിലാക്കിയ ദേവകൾ ഭഗവാനോട് വീണ്ടും അഭ്യർത്ഥിച്ചു: മഹാപ്രഭു, അത്യുഗ്ര തേജസ്സി എന്നവനും എല്ലാവരെയും ദ്രോഹിക്കുന്നവനും മഹാഗർവിയും ലോകങ്ങളെ മുഴുവൻ തൻ്റെ കാൽക്കീഴിൽ കൊണ്ടു നിർത്തിയവനുമായ ആ രാക്ഷസനെ ഇല്ലായ്മ ചെയ്യണേ. എല്ലാ ജീവികൾക്കും ഉപദ്രവമേകുന്നവനായ ഉഗ്രരാവണനെ സർവ്വസൈന്യങ്ങളോടും ബന്ധുക്കളോടും കൂടി വധിച്ച് ഞങ്ങളെ രക്ഷിക്കണേ. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ ഭഗവാന് അറിയാമെങ്കിലും ഒന്നും അറിയാത്തതുപോലെ നടിച്ച് ആ ദേവന്മാരോട് പറഞ്ഞു: അതിദുഷ്ടനായ രാവണനെ നിഗ്രഹിക്കുവാൻ ഉപായം എന്താണുള്ളത്? മാമുനിജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന അരക്കനെ എന്തു ചെയ്താണ് ഒഴിവാക്കേണ്ടത്? അനശ്വരനായ ആദിപുരുഷനോട് ദേവന്മാർ സവിനയം ഇങ്ങനെ പറഞ്ഞു: മഹാദേവ, മനുഷ്യരൂപമെടുത്ത് മഹായുദ്ധത്തിൽ അവനെ വധിക്കൂ. മനുഷ്യനാലൊഴികെ മറ്റൊരു ജീവിയാലും മരണം സംഭവിക്കുകയില്ലെന്ന് അവൻ വിരിഞ്ചനോട് വരം നേടിയിട്ടുണ്ട്. അതിനാൽ അവൻ അഹങ്കാരിയാണ്. 3 ലോകങ്ങളെയും വിറപ്പിക്കുന്നു. സ്ത്രീകളെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുപോകുന്നു. ഭഗവാനെ, അവനെ വധിക്കുവാൻ നരനൊഴികെ മറ്റ് ആർക്കും സാധ്യമല്ല. സർവവ്യാപിയായ ഭഗവാൻ നാരായണൻ ദശരഥ മഹാരാജാവിനെ പിതാവാക്കുവാൻ തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണല്ലോ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത് എന്ന് മുൻപേ പറഞ്ഞുവല്ലോ. എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് മഹാവിഷ്ണു അവിടെ നിന്നും അപ്രത്യക്ഷനായി. അപൂർവവും അത്ഭുതജനകവുമായൊരു ദൃശ്യമാണ് ആ സമയം യാഗശാലയിൽ ഉണ്ടായത്. ഹോമകുണ്ഡത്തിൽ നിന്ന് അതുല്യ ശോഭയാർന്നൊരു മഹാ അത്ഭുതം പെട്ടെന്ന് വെളിപ്പെട്ടു. അമേയ ബലവീര്യങ്ങളോടുകൂടിയ ആ ദിവ്യരൂപത്തിൻ്റെ വർണ്ണം കറുപ്പ്, ധരിച്ച വസ്ത്രം രക്തനിറം, വദനം ചുവന്നത്, ഭേരീനാദം, സിംഹത്തിൻ്റെ സടകളെപ്പോലൊരു സ്നിഗ്ധമായ മീശയും കേശാലങ്കാരവും, ശുഭലക്ഷണങ്ങളൊത്ത അംഗങ്ങളിൽ ദിവ്യാഭരണങ്ങൾ, പർവ്വതശിഖരം പോലെ ഉയർന്ന മതമാർന്ന വമ്പുലിയുടെ പരാക്രമം, കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലുള്ള അതുല്യ ആകാരം, മുഴുതിങ്കൾ പോലെ പ്രകാശം പൊഴിക്കുന്ന ഹാരത്താൽ അലങ്കൃതമായ മാറിടം, തോൾവളകളാൽ അതുല്യ തേജസ്സിയെന്ന പരിബാഹുക്കൾ, സിംഹസ്കന്ധം, ചന്ദ്രസുന്ദരമായി ശോഭിക്കുന്ന പല്ലുകൾ. ഇങ്ങനെ ശോഭയോട് ജ്വലിക്കുന്ന പ്രത്യക്ഷനായി വന്ന ആ ദേവൻ ധർമ്മപത്നിയെ ലാളിക്കുന്നതുപോലെ സശ്രദ്ധം തപ്ത സ്വർണ്ണ നിർമ്മിതമായൊരു പാത്രം കയ്യിൽ വഹിച്ചിട്ടുണ്ട്. വെള്ളി കൊണ്ട് അടപ്പിട്ട ആ ദിവ്യ പായസ ഭാജനത്തെ താലോലിച്ച് അവിടെ നിന്നിങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, അങ്ങയ്ക്ക് സദ്ഫലം സിദ്ധിച്ചു കഴിഞ്ഞു. ഭക്തിയോടെ ചെയ്ത പൂജയാൽ ദേവന്മാർ പ്രസാദിച്ചു. ദേവനിർമ്മിതമായ പായസമാണിത്. സന്തതിയും ഐശ്വര്യവും ആരോഗ്യവും നൽകുവാനുള്ള ശക്തി ഈ പ്രസാദത്തിനുണ്ട്. അനുരൂപകളായ പത്നിമാർക്ക് ഇതിനെ കൊടുക്കണം. അവരിൽ ആത്മജന്മാർ ഉണ്ടാകും. വംശകരന്മാരായ പുത്രന്മാർക്ക് വേണ്ടിയാണല്ലോ ഈ മഹായജ്ഞം അങ്ങ് നടത്തിയത്.
ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടാണ് ദശരഥ മന്നൻ അങ്ങനെയാകാം എന്നു പറഞ്ഞത്. ദേവദത്തമായ പായസഭാജനത്തെ ശിരസിൽ തന്നെ അദ്ദേഹം ഏറ്റുവാങ്ങി. മനോഹര രൂപമിയുന്ന ആ ദേവനെ താണുവണങ്ങി പ്രദക്ഷിണം വെച്ചു. അവാച്യമായ ദാരിദ്ര്യ ദുഃഖമനുഭവിക്കുന്ന ഒരാൾക്ക് അചിന്ത്യമായ ധനം സിദ്ധിച്ചാലുണ്ടാകുന്ന സന്തോഷം അയോധ്യാധിപനുണ്ടായി. യജ്ഞകർമ്മങ്ങളെല്ലാം സമംഗളം അവസാനിപ്പിച്ച ശേഷമാണ് അത്ഭുതാകൃതിയാർന്ന ആ ദിവ്യൻ ആ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായത്. ശരത്കാല പൂർണ്ണചന്ദ്രനാൽ ആകാശതലമെന്ന പോലെ അയോധ്യ ചക്രവർത്തിയുടെ അന്തഃപുരം അന്ന് പ്രശോഭിതമായി തീർന്നു. സുസ്മേരവദനത്തിൽ സന്തോഷ കണ്ണീർ പ്രവഹിച്ചുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് കൗസല്യയുടെ കൊട്ടാരത്തിലെത്തിയത്. പകുതി പായസം ദേവിക്ക് നൃപവരൻ നൽകി. ബാക്കിയുള്ളതിൻ്റെ പകുതി സമീപത്തിൽ സന്നിഹിതയായി നിൽക്കുന്ന സുമിത്രയ്ക്കും ബാക്കിയുള്ളതിൻ്റെ പകുതി കയ്യേയിക്കും പുത്രനുണ്ടാകുവാൻ വേണ്ടി രാജാവ് കൊടുത്തു. അല്പനേരം ചിന്തിച്ച രാജാവ് ബാക്കി പായസത്തെ നൽകിയതും സുമിത്രയ്ക്ക് തന്നെയാണ്. ഇങ്ങനെ ദേവനിർമ്മിതമായ പായസാമൃതം സിദ്ധിച്ച ദശരഥ പത്നിമാർ അതുല്യ സമ്മാനം നേടിയതുപോലെ കൃതകൃത്യരായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗർഭത്തിൻ്റെ ലക്ഷണങ്ങൾ ദശരഥ പത്നിമാരിൽ പ്രകടമായി തുടങ്ങി. നാൾതോറും അവരുടെ ഉദരങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ദശരഥ രാജാവിൻ്റെ അയോധ്യയിലെ അരമനയിൽ സന്തുഷ്ടനായി പത്നിമാരുടെ ഗർഭത്തിൽ വസിച്ചു.